ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും വീഡിയോ ഇട്ട് ഞാനിവിടെ AFK നിൽക്കുമായിരുന്നു. പിന്നെ കുറേ നേരം AFK എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമല്ലോ വില്ലേജേഴ്സ് അവിടെ സ്പോണായെന്നല്ല ബ്രീഡായെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വില്ലേജർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അവന്മാരെ തട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് ഇടും. ഇതിനകത്തൊരു മീനെ പിടിച്ചിട്ടുമായിരുന്നു ചുമ്മാ. പിന്നെ ഇവിടെ ഞാൻ നടന്ന് ഇവിടുത്തെ ഫാം ലാൻഡെല്ലാം ഡർട്ടായി. നൈറ്റ് ആകുമ്പോൾ അവന്മാർ തന്നെ നടന്ന് കയറിക്കോളണം. എങ്കിലും എനിക്കൊന്ന് പെട്ടെന്ന് വില്ലേജേഴ്സിനെ വേണമായിരുന്നു. അങ്ങനെ വില്ലേജേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഈ ബ്ലോക്ക് അങ്ങ് മാറ്റി കൊടുക്കും. ഞാൻ തന്നെ നെതറിലോട്ട് കയറിയിട്ട് അവന്മാർ എവിടെ നിന്ന് വന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇനി എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും ഇവിടെ ഞാൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഞാൻ ഇതിൻ്റെ ഇടയിലാണ് AFK നിൽക്കുന്നത്. ഈ പോർട്ടലിൻ്റെ ബാക്കിൽ ഇവിടെ നെതറിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ഫെൻസ് വെക്കണം. എനിക്ക് ഇറങ്ങിപ്പോകാനും കയറി വരണം. ഞാൻ പിന്നെ വെച്ചോളാം. പിന്നെ ഇവന്മാരെ ഞാൻ താഴോട്ട് കൊണ്ടിട്ട് കുറച്ച് സ്പേസ് കൂടെ ഒന്ന് വലുതാക്കിയായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് കറക്റ്റ് 20 വില്ലേജേഴ്സ് ഉണ്ട്. കറക്റ്റ് 20 വില്ലേജേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അയൺ ഫാം അവനിപ്പോൾ കയറി വന്നാൽ ഓക്കെ, ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ അയൺ ഫാം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കറക്റ്റ് 20 വില്ലേജേഴ്സ്. ഇനി ഞാൻ എന്തായാലും ഈ ഫെൻസ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി എന്തായാലും എനിക്ക് പെട്ടെന്ന് പിന്നെ അയൺ ഫാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് പിന്നെ AFK നിൽക്കണം. അന്നേരം 20 വില്ലേജേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലായിരിക്കും. ഇത് ഞാൻ എന്തായാലും ഓവർലോട്ട് പോകാം. പിന്നെ ഞാനിവിടെ AFK നിന്ന സമയത്ത് എൻ്റെ കുറേ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട് ഷവൽ പൊട്ടിപ്പോയി, എൻ്റെ പിക്കാക്സ് പൊട്ടാറായി. പിന്നെ ഒരു സ്റ്റാക്ക് ഉണ്ടായിരുന്ന ക്യാരറ്റ് ഇപ്പോൾ എൻ്റെ 8 ഗോൾഡൻ ക്യാരറ്റായിട്ട് മാറി. 87 ദിവസം അവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് ഒരു ഡ്രൗൺ പൊട്ടിച്ചു. പിന്നെ എൻ്റെ ബാക്കി ആർമേഴ്സും പൊട്ടാറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രൈഡൻ്റ് എനിക്ക് കിട്ടി 2 പിന്നെ ഓട്ടിൽഷെല്ലും കിട്ടി. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ ഡ്രൗൺ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈഡൻ്റൊക്കെ കിട്ടും. ഇനി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പൂട്ടി വെച്ചേക്കാം, വല്ല സോംബീസ് ഒന്നും നടന്ന് കയറാതിരിക്കാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ നേരെ മുകളിലോട്ട് കയറിപ്പോവാം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച മക്കാവൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവൻ്റെ പേര് കൊടുക്കണം. ഞാൻ ഇന്നലെ അവനെ ടൈം ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് പോകാം നമുക്ക്. ഓക്കെ, പിന്നെ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. എൻ്റെ ഒരു 8 ഗോൾഡൻ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു പെറ്റിനെ ഇവിടെ ഇരുത്തിയാക്കാം. ഇവനെ മോളിക്കൊണ്ടിരുത്താം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും എനിക്ക് അവൻ ഇരുത്തണം. ഓക്കെ, ഇവൻ ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബെഡ് എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം, റെസ്പോൺസ് സെറ്റ് ചെയ്തേക്കാം. എന്നിട്ട് കുറച്ച് അയൺ എടുത്തേക്കാം. എൻ്റെ പൊട്ടിപ്പോയ ഹെൽമെറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻവെൻ്ററി ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാം. ഞാൻ എന്തായാലും ഒരു നെയിം ടാഗ് എടുത്തിട്ട് ഇവന് പേര് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂണ്ടിയിട്ടപ്പോൾ എനിക്കൊരു നെയിം ടാഗ് കിട്ടിയായിരുന്നു. അതെന്നിരിക്കുന്നത്. ഇപ്പം എന്ത് പേര് കൊടുക്കും? കിട്ടി, വിക്കി നമുക്ക് കൊടുക്കാം ഗൈസ്. വിക്കി. ഓക്കെ, ഇത് നമുക്ക് നെയിം ടാഗ് ചെയ്യാം ഗൈസ്. ഇനി നമ്മൾ ഏത് വേൾഡിൽ കയറിയാലും അവിടെ നമ്മുടെ മെയിൻ പെറ്റ് ഇത് വിക്കി ആയിരിക്കും. ഈ ചാനലിൻ്റെ തന്നെ മെയിൻ പെറ്റ് ഇനി വിക്കി ആയിരിക്കും. നമ്മളൊരു വില്ലേജിലോട്ട് പോകാൻ പോകണം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ 2 വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു. ഒന്ന് നമ്മുടെ സ്പോണായ വില്ലേജ്, പിന്നെ വേറൊരു വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു, ഒരു സവാന വില്ലേജ്. അവിടെ പോയിട്ട് ഞാൻ കുറച്ച് റൂട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അന്ന്. അപ്പോൾ ആ വില്ലേജിലോട്ട് ഞാൻ ഒന്നുകൂടെ പോവാണ് ഗൈസ്. എനിക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് കുറച്ചുകൂടെ ക്യാരറ്റ് എടുത്തുകൊണ്ടിരുന്നു. ക്യാരറ്റ് എടുത്തുകൊണ്ടിരുന്നു. എന്ത് കിട്ടിയിട്ട് ഞാൻ തിന്നും, പക്ഷേ ക്യാരറ്റ് കിട്ടിയ കുറച്ചുകൂടെ കൊള്ളാം ഗൈസ്. കാരണം എനിക്ക് കുറച്ചുകൂടി ഗോൾഡ് ഇരിപ്പുണ്ട്. അത് എനിക്ക് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഞാനൊരു ബോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടെ കുറച്ച് മെലൺ ഇരിക്കുന്നത് ഗൈസ്, ഇതൊരു എടുക്കാം. എനിക്ക് 3-4 സ്റ്റാക്ക് മെലൺ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ ഈ ഒരു വുഡും ബാമ്പും മൈൻ ചെയ്യുന്ന സമയത്ത് കുറേ കഴിച്ച് തീർത്തല്ല ഗൈസ്. ഞാൻ ഇവിടെ ഈ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി വേറെ വല്ല ഫുഡും ഉണ്ട്. ഇത് ക്യാരറ്റല്ലേ, ഇതെടുക്കാം. ഇവിടെ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ഇതുകൂടെ എടുത്തിട്ട് പോകാം. ബീട്രൂട്ട് എനിക്ക് ആവശ്യമില്ല, തിരിച്ചാണ് വെച്ചേക്കാം. എനിക്ക് ഇവിടെയും കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്, എടുക്കാം. ഈ ഫെൻസ് ഗേറ്റിലൂടെ എടുത്തുകൊണ്ട് പോയി ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഈ വില്ലേജ് കഴിഞ്ഞ് ഞാൻ ഇനി മറ്റേ വില്ലേജിലോട്ട് പോവാണ്. ഓക്കെ, ഞാൻ വില്ലേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറേ അടിച്ച് മാറ്റണം. അതായത് ഇവിടെ 2 ക്യാരറ്റ് ഇരിപ്പുണ്ട്, അവിടെ എടുത്തുകൊണ്ട് പോവാം. നമ്മൾ വെക്കുമ്പോൾ തുള്ളി പോലും ബാക്കിയും വെക്കല്. ചെസ്റ്റിൽ വല്ലതും ഇല്ല. ഓക്കെ, ഈ സാധനം എനിക്ക് ആവശ്യമുണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ എനിക്കത് ആവശ്യമുണ്ട് ഗൈസ്. ഈ കാർട്ടോഗ്രാഫിൻ്റെ ആവശ്യമില്ല. നൈറ്റായി ഞാൻ കിടന്നുറങ്ങി. ഇവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. ഞാൻ വിചാരിച്ച് ഇവിടെ കുറേ കാണുമെന്ന്. ഞാൻ അന്ന് തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. ഈ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് മെത്താങ്ങ എടുത്തുകൊണ്ട് പിന്നെ ഒരു ക്യാരറ്റ്. അങ്ങോട്ടൊക്കെ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ
ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാം ഗൈസ്. ഇവിടെ ഒരു കേവ് ഉണ്ട്, പിന്നെ അവിടെ കുറച്ച് ഗോൾ ഇരിപ്പുണ്ട്, അവിടെ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ എൻ്റെ ഒരു ടോർച്ച് ഒന്നുമില്ല അടിയിലോട്ട് ഇറങ്ങി നോക്കാനായിട്ടൊന്ന്. ഇവിടെ വല്ല ടോർച്ച് ഇല്ലേലും കുഴപ്പമില്ല ഗൈസ്, നേരത്തെ നോക്കിയിട്ടേ പോകത്തുള്ളൂ. ഞാൻ ബെഡ് എടുക്കാൻ മറന്നുപോയി. അങ്ങോട്ടേക്ക് മൊത്തം ഫോറസ്റ്റ് ആണ്. ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി നോക്കാം. മിക്കവാറും 0 FPS ഗെയിമർ ഉണ്ടാവും. ഓക്കെ, 22 ചങ്ക് എന്തൊക്കെയുണ്ട്. ഓ ഭയങ്കര ലാഗ്. എലൈറ്ററൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഗൈസ്. റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാം. ഓക്കെ, ഇപ്പോൾ ഗെയിം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. അതെ, ഇവിടെ ഒരു ബ്ലോക്ക് ഏറി നിൽക്കുന്നു ഗൈസ്. 2 ബ്ലോക്ക് ഉണ്ട്. ഇവിടെ വരെ വന്നിട്ട് എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. പകരം എനിക്ക് 37 ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കും. അതിനകത്ത് ഞാൻ വില്ലേജറിനെ വെച്ചിട്ട് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഒപ്പിക്കുന്ന സംഭവം ചെയ്യും. അന്നേരം എനിക്ക് അതുവരെ എനിക്ക് പിടിച്ചു വെക്കാനുള്ള ഗോൾഡൻ ക്യാരറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഈ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ ബേസിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ ഗോളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കുറച്ച് തീരുമാനം ഉണ്ടാക്കി. പിന്നെ എൻ്റെ പെറ്റിനും ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്, വിക്കി. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു ആൻഡ് ഫാർം ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാനുള്ള റീസോഴ്സസ് ഞാൻ ഓഫ് ക്യാമറയ്ക്ക് അതിൽ വെച്ചോളാം. നമുക്ക് ഈ ഗോൾഡ് എടുത്തിട്ട് കുറച്ചുകൂടെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം 42 ഉണ്ട്. ബാക്കി നഗറ്റ്സും ഗോൾഡും ഇതിനകത്ത് വെച്ചേക്കാം. മിച്ചം ഒരു നഗറ്റ് ഉണ്ട്, അതും വെച്ചേക്കാം. നമുക്ക് കിടന്നുറങ്ങാം. ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ കാണാം. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം.